യൂറോപ്പിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 100 സീറ്റുമായി UDF സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ MLA ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിൽ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഭരണമാറ്റം അനിവാര്യമാണെന്നും പ്രവാസികളുടെ പിന്തുണ തിരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF യൂറോപ്പ് ചെയർമാൻ സിറോഷ് ജോർജ് അധ്യക്ഷത വഹിച്ചു. UDF യൂറോപ്പ് കൺവീനർ സണ്ണി ജോസഫ് സ്വാഗതം ആശംസിച്ചു. വൈസ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അലി കൂനാരി, ജോയിന്റ് കൺവീനർ ടോമി തൊണ്ടൻകുഴി, റോമി കുര്യാക്കോസ് എന്നിവർ ഏകോപനമൊരുക്കി. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, കോൺഗ്രസ് നേതാവ് ആന്റോ ആന്റണി, RSP നേതാവ് ഷിബു ബേബി ജോൺ, റോജി ജോൺ, ഷീനാദേവി കുഞ്ഞമ്മ തുടങ്ങിയ കേരളത്തിലെ പ്രമുഖ UDF നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നിലവിലെ ഭരണത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയും UDF മുന്നോട്ട് വയ്ക്കുന്ന ജനകീയ പദ്ധതികളും വികസന കാഴ്ചപ്പാടുകളും ആശയങ്ങളും നേതാക്കൾ അവരുടെ പ്രസംഗങ്ങളിൽ അവതരിപ്പിച്ചു. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രവാസി UDF നേതാക്കന്മാരായ അനുരാ മത്തായി, UN നസീർ, ജോയ് കൊച്ചാട്, അസീസ്, MA ജവാദ്, മുഹമ്മദ് കോട്ടക്കൽ, ഷൈനു ക്ലെയർ മാത്യൂസ്, സുജു കെ ഡാനിയൽ, സാൻജോ മുളവരിക്കൽ, ബോബിൻ ഫിലിപ്പ്, ഫവാസ് ഷഫീഖ്, സാൻജോ ലൂസി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി അടുത്ത ദിവസങ്ങളിൽ ഓൺലൈൻ, ഓഫ്ലൈൻ സംയുക്ത പരിപാടികൾ, മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടി, വോട്ടർമാരെ ലക്ഷ്യമാക്കിയ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, ഡിജിറ്റൽ പ്രചരണങ്ങൾ എന്നിവ സംഘടിപ്പിക്കും.